നമ്മൾ പുതിയ തൊട്ടിൽ വാങ്ങിച്ചാണല്ലോ, പറ്റൂലേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേബിക്ക് വേണ്ടി നമ്മൾ വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ. ടൈനി ടൈക്ക് എന്ന് പറയുന്ന പേജിൽ നിന്നിട്ട് നമ്മളൊരു ഓട്ടോമാറ്റിക് ക്രാഡിൽ വാങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ എപ്പോഴും അവനെ തൊട്ടിൽ നിന്ന് ആട്ടി ആട്ടി നിൽക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ രാത്രിയായാലും അവൻ പെട്ടെന്ന് ഉണരുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്രാഡിൽ വാങ്ങാം. അതാകുമ്പോൾ നമുക്ക് സേഫും ആണ് ആൻഡ് കംഫർട്ടബിളും ആയിരിക്കും. നമുക്ക് ടൈം ഒക്കെ സെറ്റ് ചെയ്ത് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ടൈനി ടൈക്ക് എന്ന് പറയുന്ന പേജിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഞാനൊരു ബ്ലൂ കളർ വേരിയന്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ബേബി ജനിച്ചപ്പോൾ തന്നെ ഓർഡർ കൊടുത്തതാണ്. അപ്പോൾ ഒരു 1 month ആവും നമുക്ക് കിട്ടാനായിട്ട്. കാരണം ഒരു 3 weeks എടുക്കും ഇതിന്റെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട്. അപ്പൊ എനിക്ക് ഇന്നാണ് റിസീവ് ആയത്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് കുറെ അൺബോക്സ് ചെയ്തു. ആ തൊട്ടിലിന്റെ ഈ ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെ കണ്ടു, കമ്പിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കളറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തു. എന്നിട്ടാണ് വെച്ചാൽ ലോങ് വീഡിയോ കൂടി എടുക്കാന്നുള്ളത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൂ കളറാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബേബി വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാം സെലക്ട് ചെയ്യുന്ന ബ്ലൂ ആണ്. അപ്പോൾ അവരുടെ പേജിൽ ഓറഞ്ചും ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലൂ ആണ്, ബോയുടെ തീം അനുസരിച്ചിട്ട്. അപ്പം നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് അതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ടൈം ടെക്കിന്റെ മോട്ടർ. ഇതിലാണ് നമ്മൾ മിനിറ്റും സ്പീഡും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതെല്ലാം എന്തായാലും ചെയ്ത് നമ്മൾ പഠിക്കണം, എന്നിട്ട് മാത്രമേ നമ്മൾ ബേബിനെ കടത്തുള്ളൂ. അപ്പോൾ ഇതാണ് അതിൽ ഫിക്സ് ചെയ്യാനുള്ളത്. തന്നെ ഇതിൽ ഐ തിങ്ക് മോട്ടർ ഉണ്ട്. ഇതിന്റെ മോട്ടർ അല്ല കേട്ടോ. ഓ, ഇത് തന്നെയാണ് അതിന്റെ മോട്ടറും കൺട്രോളും എല്ലാം. അപ്പൊ ഇത് നമ്മുടെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള കുറേ സ്ക്രൂവും അതിന്റെ ഇതാ കണ്ടോ, കറക്റ്റ് ഫ്ലോറിൽ ഇതായിട്ടിരിക്കാനുള്ള കുറച്ച് ബുഷസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിന് മുമ്പ് ഇതും കൂടെ എടുത്തു. ഇത് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള മൊസ്കിറ്റോ നെറ്റ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കേട്ടോ, ഇത് നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ ഇത് മൊസ്കിറ്റോ നെറ്റ് ആണ് കേട്ടോ. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് സെറ്റ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഈ മെറ്റീരിയൽ അടിപൊളി, ഒരു എന്താ പറയുക, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ്. ഇത് നമ്മുടെ തൊട്ടിലാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ തൊട്ടില് വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ബേബിയെ കാണാനായിട്ട് ഇവിടെ കണ്ടോ നെറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഇൻബിൽഡ് ആയിട്ട് ഒരു ബെഡ് വരുന്നുണ്ട്. നമുക്കിത് ഇൻബിൽഡ് അല്ല, സോറി കേട്ടോ, സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പൊ ഇത് നമുക്ക് വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന മെറ്റീരിയൽ ആണ്. അതിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലുതാണ്. ലൈക്ക് ഒരു 3 വയസ്സ് വരെയെങ്കിലും മിനിമം നമുക്കിതിൽ കിടത്താനായിട്ട് പറ്റും. അപ്പൊ നമുക്കിത് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റ് നമ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് അതിൽ വെച്ചാൽ മതി. ഇതാണ് അതിൻ്റെ ബേസ് വരുന്നത്. നമ്മൾ ഈ തൊട്ടിൽ ഹാങ് ചെയ്തിടാനുള്ളത് അതിലാണ്. റെഡി ഗൈസ്, കിടക്കാൻ ബേബി ഈസ് റെഡി. അപ്പോൾ ഭയങ്കര സെക്യൂർഡ് ആയിട്ടാണ് ഈ ബ്രാൻഡ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മളിത് ഇവിടെ 2 ഇടത്തായിട്ടാണ് ലെഗ് അറ്റാച്ച് ചെയ്യുക. ഇതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ആടാനായിട്ട് ഹെൽപ്പ് ചെയ്യണ സംഭവങ്ങൾ കേട്ടോ. അത് നമുക്ക് ഭയങ്കര ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് വാങ്ങിച്ചാൽ നല്ല വേർത്ത് ആയിട്ടുള്ള സാധനമാണ്. ചെയ്ത് നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. അതായത് മക്കളെല്ലാവരുടെയും വെയിറ്റ് താങ്ങാൻ പറ്റിയിട്ടുള്ള അത്രയും ക്വാളിറ്റി. പക്ഷെ സിമ്പിളാണെന്ന് തോന്നുന്നു അല്ലേ ഇത് ചെയ്തെടുക്കാൻ. ആരോ മാർക്ക്. അപ്പോൾ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 2 കാലും 2 സൈഡിലായിട്ട്.
അപ്പൊ അതെല്ലാം മാനുവലൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തൊട്ടിലായാലും നമുക്കിത് കഴുകാനൊക്കെ പറ്റും കേട്ടോ. കാരണം ഇവിടെ നമുക്ക് ഊരി എടുക്കാൻ പറ്റും, ബട്ടണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ ഈ ഒരു ക്രാഡിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു മോട്ടറും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ മൊസ്കിറ്റോ നെറ്റ് വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ അത് നമ്മൾ കുഞ്ഞിനെ കിടത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇത് ലൈക്ക് ചാർജർ പോലെയാണ്, നല്ല ലെങ്ത് ഉള്ളൊരു കോഡയർ ആണ് കേട്ടോ. നമുക്കിപ്പോൾ കിച്ചണിലായാലും മക്കളൊക്കെ ഉള്ളപ്പോൾ അവിടെ കൊണ്ട് കിടത്താൻ പറ്റും. സോ ഈ ഒരു സാധനം ഈ ഒരു മോട്ടറിലായിട്ട് വെച്ച് കൊടുക്കാം നമുക്കത് ഇവിടെ. ദെൻ നമുക്കിത് പ്ലഗിൽ കൊടുക്കാം. നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് വെയിറ്റ് ആകുമ്പോഴേ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. കുഞ്ഞിനെ കിടത്തിട്ട് നമുക്ക് കാട്ടിയോ. ഇങ്ങനെ കെട്ടും. ഓ നമ്മള് ബ്ലൂ തൊപ്പി വെച്ചിട്ട് ഇതില് കിടത്തും. ഇല്ല അധികറിയോ അതോ കടിക്കണേ വലിക്കണേ എന്തിനാ ചെയ്യണേ. രാത്രി ശിവരാത്രി ആക്കാനുള്ള സമയമായാ? അതിനാണോ കരയണ? അമ്മ എന്തിനാ ചെയ്തിന? ഇന്നെ ഒന്നും ചെയ്യില്ല. ഹായ് ഹായ് തൂലുണ്ട് ഇതിനകത്ത്. കൊള്ളാമോ? അവന് ഇഷ്ടമാണല്ലേ. അതിന്റെ മണ്ട ഇടണോടെ കൊല്ല കിടക്കണ്. അവന് സുഖമുണ്ട്. വേണ്ടേ മര്യാദയുള്ള മോൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തിനൊക്കെ കാണിക്കണം? നമ്മളെല്ലാരെയും കൂടെ നോക്കണ്ടേ? മടിയേ നമുക്ക് പാല് കുച്ചാം. ഗൈസ് ഇത്രയും നേരം കരഞ്ഞോണ്ടിരുന്നവനാണ് ദേ ഇതിനകത്ത് കിടന്നപ്പോ അവന് കണ്ടോ അവനിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയേ അവർക്ക് കാണിച്ചു കൊടുത്ത് കണ്ടോ കിടക്ക് നോക്ക്. കൊള്ളാമോ കൊള്ളാമോ? മക്കൾ ഉറങ്ങി. അപ്പൊ ഇതാണ് നമ്മുടെ ചൈനീസ് ഐക്കിന്റെ അടിപൊളിയായിട്ടുള്ള ക്രാഡൽ. നമുക്ക് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ടോയ്സ് ഒക്കെ തൂക്കി കൊടുക്കാം. ആൻഡ് ഇത് നമുക്ക് മാറ്റിയിട്ട് ടോയ്സ് ഇട്ട് കളിപ്പിക്കാം കേട്ടോ. നമ്മളിപ്പോ ടോയ്സ് വാങ്ങിയിട്ടില്ല, അപ്പൊ നമുക്ക് ടോയ്സ് ഒക്കെ വാങ്ങണം. ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാട്ടെ. അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എന്തായാലും വേർത്ത് ബൈങ് ആണ്. നേരത്തെയുള്ള ടൈമിൽ നിങ്ങൾ വാങ്ങുക. കാരണം നമ്മുടെ ബേബീസിന് ഒരു 3 months ഒക്കെ ആവുന്നതിന് മുന്നേ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആവും. കാരണം ആ ടൈമിലാണ് അവർ ഉറങ്ങാണ്ട് കരയുന്ന ടൈം. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 വയസ്സ് വരെയെങ്കിലും മിനിമം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത്. കാര്യം അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് വേറെ ബെഡ് ഇടാം, വാഷബിൾ ആണ്, അങ്ങനെ കുറേ ഉപയോഗങ്ങൾ ഇതിനുണ്ട്. നോക്കിക്കൊണ്ട് കിടക്കുവാണ് ഇത് ഇങ്ങനെ. ഇത് ആരും ആട്ടാൻ ഇത് എങ്ങനെ ആടുന്നു എന്നുള്ള ഐഡിയയിൽ. അപ്പൊ എന്തായാലും സേഫ് ആണ് കേട്ടോ കുട്ടികൾക്ക് കാലം. അപ്പൊ എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം കേട്ടോ. ബൈ.